We're here to bless your name, gathered as your family, to praise you and proclaim your faithfulness and mercy. And we give you glory, we give you honor, we give you everything we are, lifting our hearts and hands before you. We give you glory, oh yes, we give you honor, we give you everything we are, lifting our hearts and hands before you, Lord. ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ജോമോനെയും ലിഷയെയും അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന പുതിയ കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരാ എന്നേക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈന്യമുളകൾ പോലെയും ആയിരിക്കും. ജീവിതത്തിന്റെ ഓരോ ദിവസവും എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതെന്നാൽ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് ഒഴിഞ്ഞുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന ലക്ഷ്യത വിശിക നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും. ഉയർത്തി പാടിടുവിൻ, പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരി വിശുദ്ധ പത്രോസിലേക്ക് എഴുതിയ ഒന്നാം ലേഖനം. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റപ്പെട്ട വിശ്വാസത്തിനെ അറിയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങൾ ആഗ്രഹപൂർവ്വം നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവുന്ന മനുഷ്യന്റെ രക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പിൽ പ്രകാരം തങ്ങളെ തന്നെ അനുകരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥായി വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ എന്റെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വേഗത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുകയും സ്ത്രീ ഗതികേന്റെ ഭാഗമാണെങ്കിലും ജീവിതായകമായ കൃതിക്ക് തുല്യ അവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്.
നിങ്ങളോടുകൂടെ ആയിരിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 19 മുതലുള്ള തിരുവചനങ്ങൾ. ഈശോയെ പരീക്ഷിക്കുവാനായി ചില പ്രീശർ അടുത്ത് ചെന്ന് അവിടത്തോട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അതിന് മറുപടിയായി അവിടുന്ന് പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് പുരുഷനും സ്ത്രീയുമായി അവരെ സൃഷ്ടിച്ചുവെന്നും അതിനാൽ പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേർത്തിരിക്കും, അങ്ങനെ അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും എന്ന് അവിടുന്ന് അരുളിച്ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതിനാൽ അവർ ഒരു ശരീരമാകുന്നു, രണ്ടല്ല. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നവദമ്പതികളായ വിളിക്കപ്പെടുന്ന ജോമോൻ, ലിഷ എന്ന് വിളിക്കപ്പെടുന്ന അന്നമ്മ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ദൈവം പർദീസയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. പുരുഷനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് തോന്നി അവൻ തനിച്ചായിരിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് അവന് ഒരു കൂട്ടുകാരിയെ കൂടിക്കൊടുത്തു. കൂട്ടുകാരനെയല്ല, കൂട്ടുകാരിയെ കൂടിക്കൊടുത്തു. എന്തിനാ? വെറുതെ വെടിയടിച്ച് വർത്താനം പറഞ്ഞിരുന്നോണ്ടെന്നോർത്താണോ? അങ്ങനെയായിരുന്നെങ്കിൽ ഒരു കൂട്ടുകാരനെ കൂടി കൊടുത്താലും മതിയായിരുന്നു. പക്ഷെ ദൈവം തനിച്ചായിരുന്ന മനുഷ്യന് ഒരു സഖിയെയാണ് കൊടുത്തത്, ഒരു കൂട്ടുകാരിയെയാണ് കൊടുത്തത്. കാരണം ദൈവത്തിനറിയാമായിരുന്നു മനുഷ്യന്റെ വ്യക്തിത്വ പൂർണ്ണത കൈവരുന്നത് പുരുഷന് സ്ത്രീ സ്വന്തമായുള്ളപ്പോഴാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് തന്റെ വ്യക്തിത്വ പൂർണ്ണത ലഭിക്കുന്നത് സ്വന്തമായി ഭർത്താവുള്ളപ്പോഴാണ്. അങ്ങനെ ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം, നിശ്ചയപ്രകാരം വ്യത്യസ്തമായ 2 സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്ന ജോമോനും ലിഷയും, പുഷ്പഗിരിയടവുകയും കുടമാളരടവുകയും തറപ്പേലും കെലുടാങ്കണിയിലുമായി ഇങ്ങനെ വ്യത്യസ്തമായ ഇടവകളിലും കുടുംബങ്ങളിലും സാഹചര്യങ്ങളിലും ജനിച്ചു വളർന്നു വന്ന ഇവരെ ഇന്ന് ഈ ബലിയുടെ മധ്യേ ഇവിടെ വെച്ച് നിങ്ങളെല്ലാവരെയും സാക്ഷിയാക്കി ഒന്നായിത്തീരുന്ന വിശുദ്ധമായ കൂദാശയാണ്, വിവാഹം എന്ന കൂദാശയാണ് നമ്മളിപ്പോൾ പരികൽപ്പന ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ കൂദാശ എന്ന് പറഞ്ഞാൽ? ജോമോനോടും ഋഷിയോടും വേദപാഠം ചോദിക്കുകയല്ല, എങ്കിലും കൂദാശ എന്ന് പറഞ്ഞാൽ എന്നാ? അദൃശ്യമായ ദൈവത്തിന്റെ കൃപയെ ഒഴുകാൻ വേണ്ടി ഈശോ മിശിഹ സഭയിലൂടെ സ്ഥാപിച്ച ദൃശ്യമായ ഒരടയാളം. ഞാൻ ആവർത്തിക്കുന്നു, ആ നിർവചനത്തിനകത്ത് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അത് ദൃശ്യമായ അടയാളമാണ്. കാണാവുന്ന, സ്പർശിക്കാവുന്ന, തൊടാവുന്ന, അനുഭവിക്കാവുന്ന ദൃശ്യമായ അടയാളം ഈശോ മിശിഹ സ്ഥാപിച്ചതാണ് സഭയിലൂടെ. 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ കാര്യം, അദൃശ്യമായ ദൈവത്തിന്റെ കൃപയെ ഒഴുക്കാൻ വേണ്ടി സ്ഥാപിച്ചതാണ്. അദൃശ്യമായ ദൈവത്തിന്റെ കൃപയെ ഒഴുക്കാൻ വേണ്ടി ഈശോ മിശിഹ സ്ഥാപിച്ച ദൃശ്യമായ അടയാളം. ജോമോനും ലിഷയ്ക്കും തങ്ങളുടെ വ്യക്തിത്വ പൂർണ്ണതയ്ക്ക് ആവശ്യമായ, നിങ്ങൾ രൂപം കൊടുക്കുന്ന കുടുംബത്തിന് ആവശ്യമായ, നിങ്ങൾ ജനിപ്പിക്കുന്ന മക്കൾക്ക് ആവശ്യമായ ദൈവത്തിന്റെ കൃപ ഒഴുക്കി കൊടുക്കാൻ വേണ്ടി ഈശോ മിശിഹ നിങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർത്ത് ഒന്നാക്കി തീർത്ത് ഒരു അടയാളമാക്കി, ജീവിക്കുന്ന അടയാളം, കാണപ്പെടുന്ന അടയാളമാക്കി തീർക്കുന്ന നിമിഷം. അതാണ് വിവാഹം എന്ന കൂദാശ. അതുകൊണ്ട് ജോമോനും ലിഷയും മറന്നു പോകരുത്. നിങ്ങൾ എവിടെയായിരുന്നാലും, എന്ത് ചെയ്താലും, എന്ത് സംസാരിച്ചാലും, എന്ത് പ്രവർത്തിച്ചാലും, നിങ്ങളുടെ ജീവിതം വഴി, നിങ്ങളുടെ വാക്കുകളിലൂടെ, നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ അദൃശ്യമായ ദൈവത്തിന്റെ കൃപയെ ഒഴുകാൻ നിങ്ങൾക്ക് കഴിയണം. എങ്കിലേ വിവാഹം എന്ന കൂദാശ, ഈ പുതിയ കുടുംബ ജീവിതം വിജയിക്കും.
നാം ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ലിസയോടും ജോമോനോടും ഓരോ കാര്യങ്ങൾ പറയാനുണ്ട്. അത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഇവിടെ വായിക്കുന്ന ഭാഗങ്ങളുടെയും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെയും പശ്ചാത്തലത്തിലാണ്. ആദ്യമായിട്ട് പറയാനുള്ളത് ലിസയോടാണ്. അത് ലിസ ശ്രദ്ധിച്ച് കാണും. ഈ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ സങ്കീർത്തനമായിട്ട് ചെല്ലുന്നൊരു കാര്യമുണ്ട്. എൻ്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക. ബാക്കി എന്നെ നാലേ ഓർക്കുന്നുണ്ട്. എൻ്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഇതാണോ വലിയ ആനക്കാര്യമായിട്ട് ലിസയോട് പറയാമെന്ന് നിങ്ങൾ ചോദിക്കും. എനിക്കിതേ പറയാനുള്ളൂ. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. കല്ലുവെട്ടാൻ വഴി മറന്നു കളയുക.